Celebrating 50 years. Majestic Jewelers. വള്ളിക്കുന്നിലെ മുസ്തഫയുടെ വീട്ടിലേക്കെത്തുന്ന അതിഥികളെ ഒന്ന് കാണേണ്ടതാണ്. മനുഷ്യരല്ല, പകരമെത്തുന്നത് ചിത്രശലഭങ്ങളാണ്. വീട്ടുമുറ്റത്തെ കിലുക്കിച്ചെടിയിലേക്കാണ് നൂറുകണക്കിന് ചിത്രശലഭങ്ങൾ അതിഥികളായി എത്തുന്നത്. വള്ളിക്കുന്ന് മുണ്ടിയങ്കാവ് പറമ്പിന് സമീപത്തെ കാക്കാനാരി മുഹമ്മദ് മുസ്തഫയുടെ വീട്ടിലേക്കാണ് ദിനം പ്രതി നൂറുകണക്കിന് ചിത്രശലഭങ്ങൾ അതിഥികളായി എത്തുന്നത്. ഒരു വർഷം മുൻപ് മുസ്തഫ പാലക്കാടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച കിലുക്കിച്ചെടിയാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്നത്. ലോക്ക്ഡൌണിന് മുമ്പാണ് മുസ്തഫ വിത്ത് വീട്ടുമുറ്റത്ത് പാകിയത്. അടുത്തിടെ സുഹൃത്ത് വിളിച്ച് ചിത്രശലഭങ്ങൾ ചെടിയിൽ വന്നിരിക്കാൻ എത്താറുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് മുസ്തഫയും ഇക്കാര്യം ശ്രദ്ധിച്ചത്. ഇത് ചെറുപ്പളശ്ശേരി ജേഷൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. ഇത് ബ്ലാക്ക് ടൈഗർ എന്ന ഇനത്തിൽപ്പെട്ട പൂമ്പാറ്റകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസേന നിരവധി പൂമ്പാറ്റകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നൂറുകണക്കിന് പൂമ്പാറ്റകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ബ്ലാക്ക് ടൈഗർ വിഭാഗത്തിൽപ്പെട്ട 3 വ്യത്യസ്ത തരം ചിത്രശലഭങ്ങളാണ് വന്നു പോകുന്നത്. കിലുക്കിച്ചെടിയുടെ തളിരിലേക്ക് മുകളിൽ വന്നിരിക്കുന്ന ഇവ അതിലെ നീര് കുടിക്കുന്ന കാഴ്ചയും മനോഹരമാണ്. ആഫ്രിക്കൻ വംശജനായ 1 മീറ്ററോളം പൊക്കം വയ്ക്കുന്ന മനോഹരമായ പുഷ്പങ്ങളുണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് കിലുകിലുക്കി എന്ന പേരിലുള്ള കിലുക്കിച്ചെടി. ചണ, തന്തലക്കൊട്ടി എന്നും ഇതിന് പേരുകളുണ്ട്. ഒരു കളയായ ഈ സസ്യം പലയിടത്തും അധിനിവേശ സസ്യമായി കരുതി പോരുന്നു. കരിനീലക്കടുവ ശലഭത്തിന്റെ മാതൃസസ്യമാണിത്. കന്നുകാലികൾക്കു കിലുകിലുക്കി വിഷമാണെന്നും പറയപ്പെടുന്നുണ്ട്. പച്ചില വളമായും വിളകൾക്ക് പുതയിടാനും കിലുകിലുക്കി ഉപയോഗിക്കുന്നു. കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും ഷാംപൂ, ക്രീമുകൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. കരിനീല നിറത്തിൽ കാണുന്ന ഇതിന്റെ വിത്ത് കിലുക്കി നോക്കിയാൽ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാം. ഇതാണ് കിലുകിലുക്കി എന്ന പേര് വരാനുള്ള കാരണം. രാവിലെ മുതൽ വിവിധ ദിക്കുകളിൽ നിന്നെത്തുന്ന ശലഭങ്ങൾ വൈകുന്നേരം വരെ ചെടികൾക്കു ചുറ്റും പാറി നടക്കുന്നതും കണ്ണിന് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്.